ഇതൊരു യൂണിവേഴ്സൽ CRT കിറ്റാണ്. ഇതൊരു പുതിയൊരു കിറ്റാണ്, പക്ഷേ ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ, മറ്റ് ഫങ്ഷനുകളൊന്നും വരുന്നില്ല. അതായത് LOT ഒന്നും ഓസിലേറ്റ് ചെയ്യുന്നില്ല, സ്റ്റാൻഡ് ബൈയിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പവർ റിമോട്ടിൽ പവർ ഓൺ ചെയ്തുകൊണ്ടോ അതുപോലെ തന്നെ ബട്ടണിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി, പക്ഷേ എന്നിട്ടൊന്നും TV കിറ്റ് ഓൺ ആകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ കിറ്റ് നമ്മുടെ ട്യൂബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിറ്റ് ഓൾറെഡി ഓണാണ്, പക്ഷേ ഇതിൻ്റെ ഓസിലേഷൻ ഇല്ല, സ്റ്റാൻഡ് ബൈ റിലീസ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നത്തിലാണ് ഈ ബോർഡ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വോൾട്ടേജുകളൊക്കെയാണ് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് നേരെ നമ്മുടെ ട്യൂബിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജസും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സിസ്റ്റം ICയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ICയുടെ ഈ കാലിലേക്ക് ഒരു 5 വോൾട്ട് വരുന്നുണ്ട്. ഈ 5 വോൾട്ട് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ TVയുടെ കീപാഡിൽ ലൈറ്റ് കത്തി നിൽക്കുന്നത്. ഈ 5 വോൾട്ട് ഓൾറെഡി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് പ്രത്യേകം ചെക്ക് ചെയ്തില്ലെങ്കിലും മനസ്സിലാവും. ലൈറ്റ് ഉള്ളതുകൊണ്ട് അവിടെ 5 വോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു 8 വോൾട്ട് സപ്ലൈ വരുന്നുണ്ട് ഈ കാലിലേക്ക്. ഞാൻ ഈ മീറ്ററിൻ്റെ പ്രോബ് തൊടുന്ന ഈ കാലിലേക്ക് ഒരു 8 വോൾട്ട് സപ്ലൈ വരുന്നുണ്ട്. ഈ സപ്ലൈ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ TV ഡിസ്പ്ലേ വരത്തുള്ളൂ, അതായത് പിക്ചർ ട്യൂബ് ഓൺ ആവത്തുള്ളൂ. കാരണം LOTയും കാര്യങ്ങളും ഒക്കെ വരണമെങ്കിൽ, ഇതിൻ്റെ ഓസിലേഷൻ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ 8 വോൾട്ട് സപ്ലൈ വരണം. അപ്പോൾ ആ 8 വോൾട്ട് ആദ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ മീറ്റർ ഒരു 20ലേക്ക് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ 8 വോൾട്ട് ആ പിന്നിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്ററിലേക്ക് നോക്കുക, 0 ആണ്. ഇപ്പോൾ 8 വോൾട്ട് അവിടെ വരുന്നില്ല. അപ്പോൾ അതാണ് ഈ കിറ്റ് ഓൺ ആവാത്തത്. അതുപോലെ തന്നെ 8 വോൾട്ട് ഓൺ ആവുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിൽ കുറച്ചുകൂടെ മാറി ഒരു 5 വോൾട്ടിൻ്റെ ഒരു സർക്യൂട്ട്, ഒരു പിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു 5 വോൾട്ടും കൂടി വരും. ഈ 5 വോൾട്ട് അല്ല, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന 5 വോൾട്ട് അല്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ള 5 വോൾട്ട്. ഈ 5 വോൾട്ട് വരണമെങ്കിൽ ഈ 8 വോൾട്ട് കൂടി വന്നാൽ മാത്രമേ അവിടെയും 5 വോൾട്ട് വരത്തുള്ളൂ. ഈ വരുന്ന സ്ഥലത്ത് ഈ പിന്നിലേക്ക് ഒരു 8 വോൾട്ട് വരണം. ഈ 8 വോൾട്ട് വരുന്നതോടൊപ്പം തന്നെ മുകളിൽ ഇത് ഇവിടെ 5 വോൾട്ടും കൂടി വരുന്നതാണ്. അപ്പോൾ ഇത് വരുന്ന സർക്യൂട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ഈ ഭാഗത്തു നിന്നാണ് ഈ സ്വിച്ചിങ്ങും കാര്യങ്ങളും റെഗുലേറ്റിങ്ങും ഒക്കെ നടക്കുന്നത്. അതായത് 8, 5 റെഗുലേറ്റിങ്ങും സ്വിച്ചിങ്ങും ഒക്കെ നടക്കുന്നത് ഈ 2 ട്രാൻസിസ്റ്റർ വഴിയാണ്. അവിടെ 2 സെനറുണ്ട്, 8 വോൾട്ടിനും 5 വോൾട്ടിനുമായിട്ട്. അതുപോലെ തന്നെ സ്വിച്ചിങ്ങിനായിട്ട് ട്രാൻസിസ്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 8 വോൾട്ട് വരുന്നത്, അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്കൊന്ന് കറക്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഈ പവർ സപ്ലൈയിൽ നിന്നൊരു 10 വോൾട്ട് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററുകളുടെ കളക്ടറിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 5 വോൾട്ടിൻ്റെയും 8 വോൾട്ടിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് ഒരു 10 വോൾട്ട് വരുന്നുണ്ട്. അതായത് ഈ നടുക്കത്തെ പിന്നിലേക്ക്, ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലുള്ള പിന്നിലേക്ക് 10 വോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഈ തൊടുന്ന ഭാഗം ബേസാണ് ട്രാൻസിസ്റ്ററിൻ്റെ. അപ്പോൾ ഈ ബേസിലേക്ക് നമ്മുടെ ICയുടെ 64ാമത്തെ പിന്നത്, ഈ പിന്നിൽ നിന്നും ഒരു സ്റ്റാൻഡ് ബൈ ഇൻപുട്ട്, ഒരു പവർ ഇൻപുട്ട് നമ്മൾ റിമോട്ടിൽ ഓൺ ചെയ്യുമ്പം ഈ ട്രാൻസിസ്റ്ററിലേക്ക് വന്നതിന് ശേഷം ഈ ട്രാൻസിസ്റ്റർ വഴി സ്വിച്ച് ചെയ്ത് നമ്മുടെ ഈ മെയിൻ ട്രാൻസിസ്റ്ററിലേക്ക്, നമ്മുടെ 8 വോൾട്ട് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ ബേസിൽ നിന്നൊരു 8 വോൾട്ട് സെനർ ഗ്രൗണ്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നടുക്ക് വരുന്ന പിന്നെ, അതായത് ഈ 10 വോൾട്ട് നേരെ എമിറ്ററിലേക്ക് സ്വിച്ച് ആവുകയും അവിടുന്ന് 8 വോൾട്ട് ലഭിക്കുകയും ചെയ്യും. അതിൽ സെനർ ബേസിൽ 8 വോൾട്ട് സെനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ബൈ ഇൻപുട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ ട്രാൻസ്ഫർ 10 വോൾട്ടുമായിട്ട് സ്വിച്ച് ആവും. അപ്പം ബേസിൽ സെനർ 8 വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് നമുക്ക് 8 വോൾട്ട് നമുക്ക് അവിടുന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ 8 വോൾട്ട് നേരെ നമ്മുടെ ICയുടെ 8 വോൾട്ട് വരുന്ന പിന്നിലേക്കാണ് ചെല്ലുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ 5 വോൾട്ട് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് നടക്കുന്നത് 8 വോൾട്ട് സ്വിച്ച് ആകുന്നതോടുകൂടി തന്നെ അവിടുന്ന് ഒരു റെസിസ്റ്റൻസ് നേരെ ഇട്ട്, ഈ റെസിസ്റ്റൻസ് ഇട്ട് നേരെ നമ്മുടെ 5 വോൾട്ട് സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 8 വോൾട്ട് വന്ന ഉടനെ തന്നെ ഈ ട്രാൻസിസ്റ്ററും സ്വിച്ച് ആകുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് സ്വിച്ചായി നേരെ ഇതിൻ്റെ എമിറ്ററിലേക്ക് കറണ്ട് സ്വിച്ച് ആവും. അപ്പോൾ വോൾട്ടേജ് സ്വിച്ച് ആയതിനു ശേഷം ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കും അതുപോലെ തന്നെ ഒരു സെനർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരു 5 വോൾട്ട് സെനർ ഇട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്വിച്ചിങ് വോൾട്ടേജ് നമുക്ക് കിട്ടുന്ന 5 വോൾട്ട് ആയിരിക്കും. ആ 5 വോൾട്ട് അവിടെ കിട്ടുകയും ചെയ്യും. ഈ 2 സെനറാണ് 5, 8 വോൾട്ട് സെനർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട്
വരുന്നത്. അപ്പോൾ ഈ വോൾട്ടേജൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ആദ്യം ഈ ഭാഗത്തുള്ള ട്രാൻസിസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ആദ്യം സ്റ്റെപ്പായിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം ഈ 2 സെനർ, അതായത് കൂടുതൽ 8 വോൾട്ട് സെനറാണ് പോകുന്നത്. ഈ 8 വോൾട്ട് സെനർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ശേഷം ഇത് ഈ കാണുന്ന ട്രാൻസിസ്റ്റർ, ഈ 8 വോൾട്ട് സ്വിച്ചിങ് നടക്കുന്ന ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഇവിടെ കാണുന്ന 5 വോൾട്ട് ട്രാൻസിസ്റ്റർ, കാര്യം ഈ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. കാര്യം ഇവിടെ 8 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ട്രാൻസിസ്റ്ററിൽ നിന്ന് 5 വോൾട്ടും വരുന്നതാണ്. കാര്യം സ്വിച്ചിങ്ങിൻ്റെ ഇൻപുട്ട് പോകുന്നത് 8 വോൾട്ട് ട്രാൻസിസ്റ്ററിൽ നിന്നായതുകൊണ്ട് 5 വോൾട്ടും കറക്റ്റ് അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ കിറ്റൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ സ്വിച്ചിങ് വോൾട്ടേജുകളൊക്കെ ട്രാൻസിസ്റ്ററിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 ട്രാൻസിസ്റ്ററുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 8 വോൾട്ടിനും 5 വോൾട്ടിനും 2 ട്രാൻസിസ്റ്ററുണ്ട്. അപ്പം ഈ 2 ട്രാൻസിസ്റ്ററും ഇതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് നമുക്ക് കളക്ടർ ഈ നടുക്ക് പിന്നിലേക്ക് 10 വോൾട്ട് 10 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 10.9 വോൾട്ട് ഇവിടെ മീറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി 8 വോൾട്ടിൻ്റെ നോക്കാം. നടുക്ക് പിന്നിലേക്ക് ആദ്യം 10 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അത് വരുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് സ്വിച്ചിങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 8 വോൾട്ട് സ്വിച്ച് ആയിട്ടില്ല. നമുക്കിവിടെ ആ 8 വോൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് 8 വോൾട്ടോട് വരണമെങ്കിൽ ഇവിടെ സ്വിച്ചിങ് നടക്കണം. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു ട്രാൻസിസ്റ്റർ ഊരി ചെക്ക് ചെയ്യുക ആദ്യം ചെയ്യേണ്ടത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ 8 വോൾട്ട് സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ. 8ഉം 5ഉം ഒക്കെ ഈ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ് ഈ ബോർഡിൽ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2655 എന്നാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ട്രാൻസിസ്റ്റർ തലതിരിച്ച് പിടിക്കുമ്പോൾ ഇടത്തെ സൈഡിലാണ് ഇതിൻ്റെ ബേസ്, നടുക്ക് കളക്ടർ, അതുപോലെ തന്നെ തൊട്ട് വലതുവശത്ത് കാണുന്നത് എമിറ്റർ. അപ്പോൾ ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. കറക്റ്റ് റീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് വെച്ച് നമുക്ക് നോക്കാം എന്തെങ്കിലും ഷോർട്ടോ ലീക്കോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ലെഗ് തിരിച്ച് മറിച്ചൊക്കെ ചെക്ക് ചെയ്തിട്ട് ഷോർട്ടോ ലീക്കേജോ ഒന്നും മറ്റൊന്നും കാണിക്കുന്നില്ല. കറക്റ്റ് റീഡിംഗ് ആണ് അവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ നല്ലതാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സെനർ ഡയോഡ് വരുന്നുണ്ട്. ഇപ്പോൾ ആ സെനർ ഡയോഡിൻ്റെ ഒരു കാല് പിടിക്കുക, അതായത് 8 വോൾട്ട് സെനർ, അതിൻ്റെ ഒരു കാല് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പ്രോബ്, ഇപ്പോൾ സെനറിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് പോസിറ്റീവ് പ്രോബും നെഗറ്റീവ് ഭാഗത്ത് നെഗറ്റീവ് പ്രോബും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കിനി മീറ്ററിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ റീഡിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ സെനർ ഡയോഡും കുഴപ്പമില്ല. 8 വോൾട്ട് സെനർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പവും കാണിക്കുന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ കാണുന്ന C1815 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ C1815 ട്രാൻസിസ്റ്റർ. ഇപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ എടുക്കുകയാണ്. ഇതിൻ്റെയും ഇടതുവശത്താണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ ഇടതുവശത്തായിട്ടാണ് ബേസ് വരുന്നത്. തലതിരിച്ചാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ഒക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ കളക്ടർ പിന്നെ കൂടി നമുക്കൊന്ന് നോക്കാം. കുഴപ്പമില്ലാത്ത റീഡിംഗ് ആണ്. എമിറ്ററും കളക്ടറും ഒക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു വെച്ച് എന്തെങ്കിലും ലീക്കോ ഷോർട്ടോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തിരിച്ചു വെച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ മീറ്ററിലൊന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററും ഓക്കെ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി കൺഫേം ചെയ്യേണ്ട ഒരു കേസാണ് IC ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ സ്വിച്ചിങ് റെഗുലേറ്റിംഗ് സെക്ഷനുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തു. അവിടെ ഒന്നും കുഴപ്പങ്ങളില്ല. അപ്പോൾ 8 വോൾട്ടോ 5 വോൾട്ടോ ഒക്കെ സ്വിച്ച് ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ICയിൽ നിന്നും ഇതിൻ്റെ സ്വിച്ചിങ്
ഇൻപുട്ട് വരുന്നില്ല. അതായത് നമ്മുടെ മെയിൻ ഐ സി പ്രോസസ്സർ ഐ സിയിൽ നിന്ന് ഈ സ്വിച്ചിങ് നടക്കാനുള്ള ഇൻപുട്ട് ഐ സിയിൽ നിന്ന് വരുന്നില്ല. അതാണ് സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്തത്. അപ്പോൾ നമുക്ക് ഈ ഐ സി നമുക്കൊന്ന് മാറേണ്ട ആവശ്യമുണ്ട്. ഐ സി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ഐ സി കംപ്ലൈൻ്റ് ആയിരുന്നു. കാര്യം ഇതിൽ നിന്ന് സ്വിച്ചിങ്ങിനുള്ള കമാൻഡ് ഔട്ട്പുട്ട് വന്നെങ്കിൽ മാത്രമേ അത് ട്രാൻസിസ്റ്ററിലേക്ക് സ്വിച്ചിങ് ഇൻപുട്ട് ചെല്ലണം ഈ ഐ സിയിൽ നിന്നും. അപ്പോൾ അത് വരാത്തത് കൊണ്ടായിരുന്നു ടി വി ഓൺ ആവാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഐ സി മാറിയതിന് ശേഷം നമ്മുടെ ട്രാൻസിസ്റ്ററിൽ ഇവിടെ സ്വിച്ചിങ് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 8 വോൾട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കിറ്റ് റെഡി ആയിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ആവാത്ത കുഴപ്പം കൊണ്ടായിരുന്നു ആ 8 വോൾട്ട് വരാഞ്ഞത്. സിസ്റ്റം കൺട്രോളർ ഐ സി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ 8 വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 8 വോൾട്ട് വന്നതോടുകൂടി തന്നെ മറ്റ് ഫങ്ഷൻസും എല്ലാം ഇനി വർക്ക് ചെയ്തോളും. അപ്പോൾ അതിവിടെ 5 വോൾട്ടും കറക്റ്റ് വരുന്നുണ്ട്. ഇപ്പം മറ്റ് കംപ്ലൈൻറ്റുകളെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, അവിടെ 5 വോൾട്ടിൻ്റെ ആ ലൈനും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടി വിയിലിൻ്റെ പിക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഐ സിയിലേക്ക് ആ 8 വോൾട്ട് എത്തിയിട്ടുണ്ടെന്ന് കൂടി നോക്കാം. 8 വോൾട്ടിൻ്റെ പിന്നിലേക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്.